സിന്ദൂരം. രചന ജാസ്മിൻ. അവതരണം സാലിം കരുളായി. ജിത്തുവിന് സേതുമ്മയോട് എന്ത് പറയണമെന്നൊന്നും അറിയില്ലായിരുന്നു. ആ അമ്മയുടെ കണ്ണുനീരിന്റെ മുന്നിൽ അവൻ തികച്ചും തോറ്റുപോയൊരു മകൻ തന്നെയായിരുന്നു. ചെറുപ്പം തൊട്ട് അർജുൻ പ്രതികരിക്കേണ്ടത് പ്രതികരിച്ച് വളരുമ്പോൾ അഭിജിത്ത് എല്ലാവരെയും അനുസരിച്ച് വളർന്നു. അതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം. ജിത്ത് ചിന്തിക്കുന്നതോ പ്രവർത്തിക്കുന്നതോ ആവില്ല, അജു ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും. ഇപ്പോൾ തന്നെ സേതുമ്മയൊന്ന് സമാധാനിപ്പിക്കാൻ പോലും കഴിയാതെ കൂടെ കരയുകയാണ് അവൻ ചെയ്യുന്നത്. പക്ഷെ അജു ചിന്തിക്കുന്നത് ആർക്കും ഒരു രീതിയിൽ ശല്യമില്ലാതെ ഈ ബന്ധം നടക്കണം. ജിത്തു ആഗ്രഹിക്കുന്ന, സേതുമ്മ പ്രാർത്ഥിക്കുന്ന പോലെ എല്ലാവരുടെയും സമ്മതത്തോടെ അനുഗ്രഹത്തോടെ എങ്ങനെ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് മാത്രമാണ് അവൻ്റെ ചിന്ത. അമ്മ ഇങ്ങനെ കരയില്ലേ, ഇങ്ങനെ കണ്ണീര് കുടിച്ചിട്ട് എൻ്റെ അമ്മ എങ്ങനെ ഒരു പ്രതിസന്ധി നിർത്തിയിട്ട് എനിക്കൊന്നും വേണ്ടമ്മേ, ഞാൻ ഒക്കെ നിർത്താം, അവളെ മറക്കാം. ജിത്തു പറഞ്ഞു തീർന്നില്ല. അതിനു മുമ്പ് തന്നെ സേതുമ്മയിൽ നിന്നും അവനെ മരിച്ച് അവൻ്റെ മുഖം നോക്കി അജു ഒന്ന് പൊട്ടിച്ചു. ഏട്ടനും അനിയനുമൊക്കെ മറ്റുള്ളവർക്ക്. സേതുമ്മ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് രണ്ടുപേരെയും ഞെട്ടലോടെ നോക്കി. ആദ്യത്തെ പകപ്പ് മാറിയതും സേതുമ്മ അജുവിനെ പിടിച്ചു മാറ്റി. വീട് സേതുമ്മേ, ഇനി ഞാനൊന്നും ചെയ്യില്ല. അവൻ ഇപ്പൊ പറഞ്ഞ വാക്കിന് ഞാനൊന്ന് കൊടുത്തു, അത്രയേ ഉള്ളൂ, അതവിടെ തീർന്നു. അത് പറഞ്ഞുകൊണ്ട് അവനൊന്ന് കുതറി. സേതുമ്മ അവൻ്റെ ശരീരത്തിൽ നിന്ന് കൈയെടുത്തു. ജിത്തു അവനെ നോക്കാതെ തലതായത് സെറ്റിയിലിരുന്നു. കവളൊക്കെ ആകെ ചുവന്നു, വായിക്കൊക്കെ തടക്കം വേദനയാണ്. നിന്നോട് ഞാൻ ഒരിക്കൽ പറഞ്ഞതാ, ഇതിനൊന്നും ധൈര്യമില്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള പണിക്ക് നിൽക്കരുതെന്ന്. എന്നിട്ടിപ്പോ അവനൊക്കെ മറക്കാൻ പോലും തോന്നി. അവസാനത്തെ വാക്ക് പറയുമ്പോൾ അജു പല്ല് കടിച്ചു. അവൻ്റെ ഉള്ളിൽ ദേഷ്യം നിയന്ത്രിക്കാനെന്ന പോലെ. ജിത്തപ്പോഴും അവനെ നോക്കാതെ തലതായിത്തീരുന്നു. ജിത്തുവിനെ നോക്കിക്കൊണ്ട് അജു ബെഡിലിരുന്നു. സേതുമ്മ അജുവിൻ്റെ അടുത്തേക്ക് വന്ന് അവൻ്റെ ഷോൾഡറിൽ പിടിച്ചു. അജു മുഖം ഒരു സേതുമ്മയെ നോക്കി. ആ കുട്ടിയെ ഇഷ്ടമല്ലാത്തത് കൊണ്ടൊന്നും അല്ല ഞാനങ്ങനെ പറഞ്ഞത്, എൻ്റെ ഗതികേട് കൊണ്ടാണ്. മക്കൾക്ക് അറിയാലോ, ആർക്കും ഇഷ്ടമാവാതെ ആ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഞാനും ലച്ചു ഇവിടെ കയറി വന്ന കാലത്ത് അനുഭവിച്ചതിന് ഇരട്ടി അനുഭവിക്കേണ്ടി വരും. വെറുതെ എന്തിനാ, അത് കരുതിയിട്ടാ ഞാൻ. സേതമ്മ പറയുമ്പോൾ ആ മിഴികൾ നിറഞ്ഞിരുന്നു. അജയുടെ മുഖത്തേക്ക് നോക്കി അവന് സങ്കടം വന്നു. അവൻ അറിഞ്ഞും അറിയാതെയും കുറേ അനുഭവിച്ചിട്ടുണ്ട്. ഒക്കെ ശരിയാക്കണം, ആക്കും. സേതുമേ, അങ്ങനെ അങ്ങ് വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? സ്നേഹിച്ചു പോയില്ലേ? ഇവനിപ്പോൾ വേണ്ടെന്ന് പറയുന്നത് നിങ്ങളുടെയൊക്കെ കണ്ണീരും എതിർപ്പും കണ്ടിട്ടാ, അല്ലാതെ അവളെ വേണ്ടാഞ്ഞിട്ടോ വെറുതിട്ടോ മടുത്തിട്ടോ ഒന്നുമല്ല. എത്ര വേണ്ടെന്ന് പറഞ്ഞാലും അവൻ്റെ ഉള്ളിൽ അവൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതാരേക്കാളും നന്നായിട്ട് എനിക്കറിയും. നമ്മളിപ്പോൾ ഈ ബന്ധം വേണ്ടെന്ന് വെച്ച് വേറൊരു ബന്ധം ഇവർക്ക് നോക്കിയാൽ ഇവരിൽ സന്തോഷത്തോടെ ജീവിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അവൻ ഈ ജന്മം കണ്ണുനീരൊഴുക്കിക്കൊണ്ടേ തീർക്കും. അപ്പം നമ്മൾ കരഞ്ഞിട്ട് കാര്യമുണ്ടോ? അജു സേതുമ്മയെ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് എത്തി സാവധാനത്തിൽ കാര്യങ്ങൾ പറയുമ്പോൾ സേതുമ്മ ശ്രദ്ധയോടെ കേട്ടിരുന്നു. അവൻ പറയുന്നതൊക്കെ കാര്യം തന്നെയാണ്. പക്ഷെ സേതുമ്മ ജിത്തുവിനെ നോക്കി. അജു പറഞ്ഞതെല്ലാം കേട്ടിരുന്ന് കരയുന്നവനെ കണ്ടപ്പോൾ സേതുമ്മക്ക് വീണ്ടും സങ്കടം വന്നു. പിന്നെ ആ കുട്ടിക്ക് അച്ഛനില്ല, ചെറുപ്പത്തിൽ മരിച്ചതാ. കുടുംബം നോക്കുന്നൊരു പാവ അമ്മയും പഠിക്കുന്നൊരു കുഞ്ഞനിയനും മാത്രമാണ് ഉള്ളത്. ഇവനിപ്പോൾ വേണ്ടെന്ന് വെച്ചാൽ ഉള്ളു തുറന്ന് സങ്കടം പറഞ്ഞ് കരയാൻ പോലും അതിനാരുമില്ല. ഇപ്പോഴത്തെ കുട്ടികളല്ലേ, പൊട്ട ബുദ്ധിയിൽ വല്ലതും തോന്നിയാൽ പിന്നെ നമ്മളൊക്കെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അത് പറയുമ്പോൾ ജിത്ത് കണ്ണുകൾ മുറുകെ അടച്ച് പിടിച്ച് തേങ്ങി. ആ പറഞ്ഞതൊന്നും അവനക്ക് സഹിക്കാൻ കഴിയുന്ന വാക്കുകളായിരുന്നില്ല. സേതുമ്മ അതൊക്കെ മറക്ക്, ഞാനില്ലേ, ഞാൻ എൻ്റെ വഴിക്ക് ഇത് നടക്കാൻ ശ്രമിക്കട്ടെ. ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ ഞാനിത് നടത്തി തരാം. 1-2 മാസം മാത്രമുള്ള ബന്ധമൊന്നുമല്ല ഇവിടെ ബന്ധം, അതിന് വർഷങ്ങളുടെ ആഴമുണ്ട്. ഇവനവനെ പെണ്ണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോൾ ഒരു പെങ്ങളുടെ സ്ഥാനത്ത് അന്ന് ഞാൻ കണ്ടതാ. അതിന് എന്നും അങ്ങനെ തന്നെയായിരിക്കും, അതൊരിക്കലും ഇത് മാറില്ല. ആ പെങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്ന് കളിച്ച് നോക്കട്ടെ, നടക്കുമെന്ന് അറിയില്ല. എന്തായാലും എൻ്റെ കൂടെ നിങ്ങൾ രണ്ടുപേരും വേണം. അജു പറഞ്ഞു നിർത്തുമ്പോൾ സേതുമ്മയുടെ മുഖത്ത് ടെൻഷനും പേടിയൊക്കെ അവൻ കണ്ടു. പേടിക്കേണ്ട സേതുമ്മേ, സേതുമ്മയുടെ അജു അല്ലേ പറയുന്നത്, എന്നെ വിശ്വാസമല്ലേ, നമുക്കിതൊരു കുഴപ്പമില്ലാതെ നടത്താം. എങ്ങനെ നടത്തണം എന്നത് ഞാൻ കാണിച്ചു തരാം. അവൻ്റെ ചിരിയോടെയുള്ള സംസാരവും അവൻ്റെ ആത്മവിശ്വാസവും ഒക്കെ കണ്ടപ്പോൾ സേതുമ്മയുടെ മുഖവും തെളിഞ്ഞു. അജു ജിത്തുവിനെ നോക്കി അവനെ തന്നെ നോക്കിയിരിക്കുകയാണവൻ. നീ പേടിക്കണ്ടടാ, ഞാനില്ലേ. അജുവിൻ്റെ ആ ഒരു ഒറ്റ വാക്ക് മാത്രം മതിയായിരുന്നു ജിത്തുവിന്. എന്തു വന്നാലും അവനുണ്ടെന്നുള്ള ധൈര്യം. ആ ധൈര്യത്തിൽ മുന്നോട്ട് പോകാൻ തന്നെ അവൻ തീരുമാനിച്ചു. പിന്നെ ഇനി സേതുമ്മ പോയി വല്യച്ഛനോട് കുറച്ച് കാര്യങ്ങൾ പറയണം. ജിത്തു പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ മതി. അജു പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ സേതുമ്മ ശ്രദ്ധയോടെ കേട്ടിരുന്നു. ജിത്തു അജുവിനെ തന്നെ നോക്കി. ഡാ, ഇത് വല്ലതും നടക്കൂടാ? സേതുമ്മ റൂമിൽ നിന്ന് പോയത് ജിത്ത് ടെൻഷനോട് അജുവിനോട് ചോദിച്ചു. അതിനൊരു ചിരിയായിരുന്നു അജുവിൻ്റെ മറുപടി. നടക്കും, നടക്കാതെ എവിടെ പോകാൻ? നീയാണ് ഇവർക്കൊപ്പം കൂടുതൽ കാലം ജീവിച്ചതെങ്കിലും ഇവിടെയുള്ളവരെ ഞാൻ മനസ്സിലാക്കിയ പോലെ നീ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇത് നടക്കും. അജു ചിരിയോടെ പറയുമ്പോൾ ജിത്തൊന്ന് തലകുലുക്കി. എന്നാലും തല്ലേണ്ടായിരുന്നു.
മിററിന്റെ മുന്നിൽ പോയി നിന്നുകൊണ്ട് ജിത്തു പറയുമ്പോൾ അജി അവനൊന്ന് നോക്കി ചുണ്ടുകൂട്ടി. നിന്റെ അന്നേരത്തെ വർദ്ധനത്തിന് രണ്ടെണ്ണം കൂടെ തരേണ്ടത്, സേതമുള്ളത് കൊണ്ട് നീ രക്ഷപ്പെട്ടു, അങ്ങനെ കരുതിയാൽ മതി. അജി പറയുമ്പോൾ ജിത്തു അവനൊന്ന് കല്ലിപ്പിച്ച് നോക്കി. നീ അവിടെ നിന്നൊരു കോപ്രായം കാണിക്കാതെ വന്നേ, നമുക്ക് നിന്റെ ജാനുവിന്റെ വീട്ടിലൊന്ന് പോയി വരാം. എന്തിന്? നീ വാടാ. ഞെട്ടിപ്പണ്ടാരണങ്ങി നിൽക്കുന്നവന്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു. സേതമ്മ പതി അവരുടെ റൂമിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. വാതിലടിച്ച് ലോക്കാക്കിയ ശേഷം ബെഡിന്റെ അടുത്തേക്ക് നടന്നു. സൂര്യദത്തൻ മലന്ന് കിടക്കുവാണ്. ഒരു കൈ നെറ്റിയിൽ വെച്ചുകൊണ്ട് മുഖം മറച്ചാണ് കിടക്കുന്നത്. മകനെ പറഞ്ഞ് മനസ്സിലാക്കിയില്ലേ? ഇടിമുഴക്കുമ്പോഴുള്ള ആ ശബ്ദം കിടന്ന് സേതമ്മ ഒന്ന് വിറച്ചു. പിന്നെ രണ്ടും കൽപ്പിച്ചുകൊണ്ട് അയാളുടെ കാലിന്റെ ഭാഗത്തേക്ക് ഇരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവൻ സമ്മതിക്കുകയും ചെയ്തു, മറക്കാൻ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. സേതു സങ്കടത്തോടെ പറയുമ്പോൾ അയാൾ മുഖം മറച്ച് കൈമാറ്റി സേതുവിനെ നോക്കി. പേടിയോടെ അയാളെ നോക്കാതെ നിലത്തേക്ക് നോക്കി പറയുന്നവരെ അയാൾ കൊതിയോടെ നോക്കി. വിവാഹം കഴിഞ്ഞ് 30 വർഷം കഴിഞ്ഞു. ആ കണ്ണുകളിൽ ആദ്യ ദിവസം കണ്ട അതേ പേടിയും വിറയിലും. വാ. അയാൾ വിളിച്ചതും സേതു ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അയാളുടെ അടുത്തേക്ക് നടന്നു. ഇരിക്ക്. അയാളുടെ മുഖത്തിന്റെ ഭാഗത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞതും സേതു അവിടെ ഇരുന്നു. അയാളുടെ മുഖം സേതുവിന്റെ മടിയിലേക്ക് പൂഴ്ത്തി വെച്ച് കിടന്നു. സാരി പകഞ്ഞു മാറ്റി അവരുടെ വയറിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചുകൊണ്ട് കിടന്നു. സേതുലക്ഷ്മി എന്ന പെൺകുട്ടിയുടെ സൂര്യദത്തിന് തോന്നി അടങ്ങാനാവാത്ത മോഹം. അതുകൊണ്ട് മാത്രമാണ് പാവപ്പെട്ട വീട്ടിലെ സേതുലക്ഷ്മി സൂര്യദത്തിന്റെ ഭാര്യയായത്. ആരും എതിർപ്പ് പറഞ്ഞില്ല. വീട്ടിലെ കാര്യങ്ങൾ മുറക്കെ നടക്കാൻ ഒരാൾ വീട്ടിൽ വേണമെന്ന് മറ്റുള്ളവരെ കണക്ക് കൂട്ടിക്കാണും. ഇഷ്ടമാണ് സേതുലക്ഷ്മിയെ. ഭാര്യ എന്ന നിലയിലും അമ്മയെന്ന നിലയിലും മരുമകൾ എന്ന നിലയിലുമൊക്കെ അവൾ ഒന്നാമതാണ്. എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ഉത്തമയായ ഭാര്യ. അതിനപ്പുറത്തേക്കൊരിഷ്ടം, സ്വന്തമെന്ന് തോന്നിക്കുന്നൊരിഷ്ടം അതില്ല. കാലം അങ്ങനെ ഒരു ഇഷ്ടത്തിലേക്ക് എത്തിക്കട്ടെ. ദത്തേട്ടാ. ചിന്തകൾ അവസാനിപ്പിച്ച സേതുവിന്റെ പതിഞ്ഞുള്ള വിളി കേട്ടുകൊണ്ടാണ്. അയാൾ മുഖം വീഴ്ത്തി ഒന്ന് നോക്കി എന്തോ പറയാനെന്ന പോലെയാണ് ഇരിക്കുന്നത്. പറ. അയാൾ പറഞ്ഞതും സേതു ആഞ്ഞു ശ്വാസം വലിച്ചു വിട്ടു. അജി പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ മനസ്സിലിട്ട് ആലോചിച്ചു. നമ്മൾ വിചാരിക്കുന്ന പോലെ ആ പെൺകുട്ടി അത്ര ഇല്ലാത്ത വീട്ടിലെ ഒന്നും അല്ല. കാണാൻ ചെറിയ വീട് സ്ഥലമൊക്കെ ആണെങ്കിലും അച്ഛൻ വഴി നല്ല സമ്പത്തൊക്കെ ഉള്ളവരാ. ചെറുപ്പത്തിൽ അച്ഛൻ മരിക്കുമ്പോൾ ഇനിയുള്ളതൊക്കെ മകളുടെ വിവാഹശേഷം അവർക്ക് കിട്ടണമെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്നാ ജിത്തു പറഞ്ഞത്. ശ്വേതമ്മക്ക് പേടിയും പരിഭ്രമൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും മുഖത്ത് കാണിക്കാതെ പരമാവധി പിടിച്ചു വെച്ചുകൊണ്ടാണ് സംസാരം. ദത്തനെല്ലാം കേട്ട് മുഖം വീഴ്ത്തി സേതുവിനെ നോക്കി. സത്യാണോ? ആവും. അവൻ പറഞ്ഞതല്ലേ, സത്യമായിരിക്കും. വിവാഹം കഴിഞ്ഞ അച്ഛൻ്റെയും മുത്തച്ഛൻ്റെയും ആരുടെയും തലതായില്ലെന്നും അവൻ കാരണം നിങ്ങളുടെ ബിസിനസ് കുറയില്ലെന്നൊക്കെ പറഞ്ഞു. ഞാനൊന്നും മിണ്ടിയില്ല. എല്ലാം കേട്ട് മിണ്ടാതെ നിന്നു. എനിക്ക് അഭിപ്രായം പറയാൻ പറ്റില്ലല്ലോ. ദേത്തേട്ടൻ പറ, ആ ബന്ധം വേണം തന്നെ വെക്കണോ? ഉള്ള ധൈര്യമൊക്കെ സംഭരിച്ചുകൊണ്ട് സേതു ചോദിക്കുമ്പോൾ ദത്തൻ ചിന്തയിലായിരുന്നു. വേണ്ടെന്ന് തീർത്ത് പറയാൻ പറ്റില്ല. ആലോചിക്കുമ്പോൾ നല്ല കാര്യമാണ്. അച്ഛനമ്മയെ കെട്ടിയ പോലെ അവനും ഇഷ്ടമുള്ള ആളെ തന്നെ കെട്ടട്ടെ. പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണെങ്കിൽ ഏതവസ്ഥയിലും നിൽക്കാൻ അറിയുമായിരിക്കും. അതിനൊക്കെ പുറത്ത് ആഗ്രഹിച്ച കാര്യങ്ങളും നടക്കും. അത് തന്നെയല്ലേ വേണ്ടത്. വേണ്ടെന്ന് വെക്കാൻ വരട്ടെ, ഒന്നുകൂടെ ആലോചിക്കണം. അത് പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ ആലോചിക്കുന്ന ദത്തനെ നോക്കി സേതുമൊന്ന് ചിരിച്ചു. ആഗ്രഹിച്ച കാര്യം നടന്നൊരു സംതൃപ്തി ആ മുഖത്ത് തെളിഞ്ഞു. ഒരു ചെറിയ വാർപ്പ് വീടിന്റെ മുന്നിൽ ജിത്തു വണ്ടി നിർത്തിയതും അജി ഇറങ്ങി ചുറ്റുമെന്ന് നോക്കി. സമയം ഒരു 6:30 ആയി കാണും. പാടത്തിന്റെ അവിടെ ആയതുകൊണ്ട് നല്ല വെളിച്ചമുണ്ട്. അജി ചുറ്റും നോക്കിക്കൊണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ ഒരുത്തൻ വണ്ടിയിൽ തന്നെ ഇറങ്ങാതെ ചുറ്റും നോക്കി നിൽക്കുവാണ്. വാടാ. തിരിഞ്ഞു നോക്കാതെ തന്നെ മുന്നോട്ട് നടക്കുന്നതിനിടയിൽ അജു പറഞ്ഞു. ജിത്തു അവനെ ഒന്ന് നോക്കിക്കൊണ്ട് ബൈക്കിൽ നിന്ന് ഇറങ്ങി അവന്റെ പിന്നാലെ നടന്നു. വീടിന്റെ മുന്നിലെത്തിയതും അജി ജിത്തുവിനൊന്ന് തിരിഞ്ഞു നോക്കി. ഇവിടെ ആരുമില്ലടാ. അജി ചോദിക്കുമ്പോൾ ജിത്തു പല്ല് കടിച്ചു. ഞാനും നിന്റെ കൂടെയല്ലേ വന്നത്, എനിക്കെങ്ങനെ അറിയും ഇവിടെ ആളുണ്ടോ ഇല്ലേന്ന്? ജിത്തു പറയുമ്പോൾ അജി ചുറ്റും നോക്കി. ബെല്ലെടുക്കാൻ ഉയർത്തി അവന്റെ കൈകൾ തടഞ്ഞുകൊണ്ട് ജിത്തു ഫോണിട്ട് ജാനുവിനെ വിളിച്ചു. നീ എവിടെ? ആ വന്ന് വാതി തുറക്ക്. ഹേയ് നീ വാ, വന്ന് തുറക്ക്, പറയാം, ആദ്യം വാ. ജിത്തു പറയുന്നത് കേട്ടുകൊണ്ട് അജി ചുറ്റും നോക്കി. മുറ്റത്തെ ചെടിയും പൂവുമൊക്കെ അവൻ നോക്കി നിന്നു. ചെറിയ വീടാണെങ്കിലും നല്ല ഭംഗിയുണ്ട്. അടുക്ക ചിട്ടയൊക്കെ ഉണ്ട്. ജീത്തേട്ടാ എന്താ ഇവിടെ? ഒരലറിൽ കേട്ടാണ് അജി മുന്നോട്ട് നോക്കിയത്. ജാനുവാണ്. വാതിൽ തുറന്ന പാട് ഓടി വന്നതാണ്. എന്നാൽ പറയാൻ വന്ന് നിർത്തി അവിടെ തന്നെ നിന്നു. ജിത്തുവിനെ തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോഴാണ് അവൻ്റെ കൂടെ അജുവും. ഞെട്ടാൻ പിന്നെ വേറെ വല്ല കാരണവും വേണോ? അവളങ്ങനെ ഞെട്ടി നിൽക്കുവാണെന്ന് കണ്ടതും പുറത്തു നിന്ന് രണ്ടെണ്ണവും അകത്തേക്ക് കയറി. അവളെ മറികടന്ന് അകത്തേക്ക് നടക്കുമ്പോൾ അവൾ വാ പൊളിച്ചുകൊണ്ട് പിന്നാലെ പോയി. അല്ല പിന്നെ വന്നതിനാന്ന് അറിയണ്ടേ? നിന്റെ അമ്മയും അനിയൻ എവിടെ? ഹാളിലെ കസേരയിൽ ഇരുന്നു കൊണ്ട് അജി ചോദിക്കുമ്പോൾ അവൾ ജിത്തുവിനെ നോക്കി. അവൻ ചുറ്റും നോക്കിയിരിക്കുവാണ്. ചോദിച്ചേ കേട്ടില്ലേ? പിന്നെയും അജുവിൻ്റെ ഗൗരവം നിറഞ്ഞ ശബ്ദം. ജാനുവിനെ നോക്കി തലകുലുക്കി.
അനിയൻ പാല് വാങ്ങാൻ പോയി, അമ്മ അയൽക്കൂട്ടത്തിന് പോയിരിക്കാം, ഇപ്പൊ വരും. ജാനു പറയുമ്പോൾ അജ് ഗൗരവത്തിലിരുന്നു. ജിത്തു പിന്നെ എന്താണ് എന്തിനും വന്നൊന്നും അറിയില്ലെങ്കിലും അവിടെ ഇരുന്നു. എന്തായാലും കാര്യമായ എന്തോ കാര്യമാണ്. അജ് കയ്യിലുള്ള അവൻ്റെ ഫോണിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ജാനുവും ജിത്തുവും കണ്ടുകൊണ്ട് പലതും പറഞ്ഞു. പക്ഷേ ജാനുവിനൊന്നും മനസ്സിലായില്ല. ജാനുവിൻ്റെ അമ്മ വന്നതും അജുവും ജിത്തുവും ഇരിക്കുന്നിടന്ന് എഴുന്നേറ്റു. വന്നവരെ മനസ്സിലാവാതെ ജാനുവിൻ്റെ അമ്മ അവരെ മാറി മാറി നോക്കി നിന്നു. ആരാണ് മനസ്സിലായില്ല? അജുവിനെയും ജിത്തുവിനെയും മാറി മാറി നോക്കിക്കൊണ്ട് ജാനുവിൻ്റെ അമ്മ ചോദിച്ചു. ഞാൻ അർജുൻ, ഇതിൻ്റെ ഏട്ടൻ അഭിജിത്ത്, ഞങ്ങൾ സൂര്യമംഗലത്തെ കുട്ടികളാണ്. ആ ഒരൊറ്റ വാക്കിൽ അവരുടെ കണ്ണുകളിൽ അത്ഭുതവും ബഹുമാനമൊക്കെ തെളിഞ്ഞു. കാരണവന്മാരായ ജനങ്ങളുടെ മനസ്സിലുണ്ടാക്കിയെടുത്ത പരിഗണന അതെവിടെ പോയാലും ആ കുടുംബത്തിലുള്ളവർക്ക് കിട്ടും. ഇരിക്കൂ, ഞാൻ കുടിക്കാനെടുക്കാം, നീ വല്ലത് കൊടുത്തോടി. അജുവിനോടും ജിത്തുവിനോടും പറഞ്ഞുകൊണ്ട് അവർ ജാനുവിനോട് ചോദിച്ചു. അവളവരെ രണ്ടുപേരെയും നോക്കിക്കൊണ്ടില്ലെന്ന് തലയാട്ടി. അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ട് പോലുമില്ല. ജിത്തുവിനോട് കണ്ടുകൊണ്ട് കഥകളി കാണിക്കുന്ന തിരക്കിലായിരുന്നല്ലോ. അവർ ജാനുവിനെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. എന്താ ജാനു, വീട്ടിൽ ആരെങ്കിലും വന്നാൽ ഇതൊക്കെ നോക്കേണ്ടേ? അമ്മ പോയ വഴിയെ നോക്കി നിൽക്കുന്നവളെ നോക്കി ജിത്ത് കളിയാക്കിയപ്പോൾ ജാൻ അജുവിനെ നോക്കിക്കൊണ്ട് വിളിച്ചു. നാണം കെടുത്തി. കുറച്ച് കഴിഞ്ഞതും അവർക്ക് കുടിക്കാനുള്ള ചായയും കൊണ്ട് അവളുടെ അമ്മ വന്നു. രണ്ടുപേരുടെയും കയ്യിലേക്ക് ആ ചായ കൊടുത്തു. രണ്ടുപേരും ചിരിയോടെ ആ ഗ്ലാസ് വാങ്ങി. അതിൽ കൂടുതൽ വിനയത്തോടെ നെഞ്ചിലേക്ക് കൈവച്ച് തിരിച്ചുകൊണ്ട് കസേരയിൽ നിന്ന് ചെറുതായി ഒന്ന് ഉയർന്നുകൊണ്ടാണ് ജിത്തു ആ ഗ്ലാസ് വാങ്ങിയത്. പ്രഹസനം, വെറും പ്രഹസനം. അമ്മായിയമ്മയല്ലേ, അവിടെ മുന്നിൽ റോളാവാൻ വേണ്ടി കാണിച്ച് കൂട്ടുവാണ്. ആദ്യം അവനെ നോക്കി പൂജിച്ചുകൊണ്ട് ചായ കുടിച്ചു. ഞങ്ങൾ വന്നത് ഇവന് വേണ്ടി അമ്മയുടെ മകളെ തരുമെന്ന് ചോദിക്കാനാണ്. അത് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചോദിച്ചു. ജിത്ത് ചൂടുള്ള ചായ ഊതി ഊതി കുടിക്കുമായിരുന്നു. പെട്ടെന്നുള്ള അജുവിൻ്റെ ആ ചോദ്യം കേട്ടതും അവനും ഞെട്ടി. ഇങ്ങനെയൊന്നും അല്ല ചോദിക്കേണ്ടത്, ഒരു ഇൻട്രഡക്ഷനൊക്കെ ആവാമായിരുന്നു. അവരൊട്ടും പ്രതീക്ഷിച്ചില്ലെന്ന് അവിടെ മുഖത്തുണ്ട്. രണ്ടുപേർക്കും വർഷങ്ങളായിട്ടുള്ള പരസ്പര ഇഷ്ടമാണ്. നിങ്ങളുടെ സമ്മതം അറിഞ്ഞിട്ട് മതിയല്ലോ വീട്ടിലുള്ളവരെ കൂട്ടിയിട്ട് വരുന്നത്. അതുകൊണ്ട് ആദ്യം നിങ്ങളുടെ സമ്മതം ചോദിക്കണമെന്ന് കരുതി. നിങ്ങളുടെ മകനെ ഇവന് കൊടുക്കാൻ നിങ്ങൾക്ക് സമ്മതമാണോ? അയ്യേ, ഇതെന്തോന്ന് പെണ്ണ് ചോദിക്കല്? ജിത്തിരുന്ന് പല്ല് കടിച്ചു. പെണ്ണ് കാണലും പെണ്ണ് ചോദിക്കലും ഒക്കെ ആയിട്ട് ഒരുപാട് സ്വപ്നങ്ങൾ കണക്ക് കൂട്ടിയ ഹൃദയമാണ് അവിടെ ചിന്തി ചിതറിയത്. പെട്ടെന്ന് വന്ന് ഇങ്ങനെയൊക്കെ ചോദിച്ചാ പറഞ്ഞു മുഴുവനാക്കാതെ അവരടുത്തുള്ള ചെയറിലേക്ക് ഇരുന്നു. വലിയ കുടുംബത്തിലെ പയ്യന്മാരാണ്. സ്വന്തം മക്കളെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത്. അതും വർഷങ്ങൾ തമ്മിൽ പ്രണയത്തിലാണെന്ന്. അവരുടെ ദേഹം വിറച്ചു. ജാനൊന്നും അനങ്ങാൻ കഴിയാതെ അവിടെ തന്നെ നിന്നു. അവളുടെ അമ്മയുടെ കണ്ണിലെ ഞെട്ടിൽ അത് നോക്കാതെ തന്നെ അവർക്ക് മനസ്സിലാവും അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിച്ച് കാണില്ലെന്ന്. അജു അവരെ നോക്കിക്കൊണ്ട് ചേറിന്ന് എഴുന്നേറ്റു. ജിത്തു പിന്നെ ഒരു കുലുക്കവും ഇല്ലാതിരിക്കുമാണ്. അജുവല്ലേ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അതെന്തായാലും എത്ര ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും അവൻ നടത്തിയിരിക്കും. അതിലവൻ്റെ സംശയം ഉണ്ടായിരുന്നില്ല. അമ്മേ, അങ്ങനെ വിളിക്കാമെന്ന് അറിയില്ല. ജാനുവിൻ്റെ അമ്മ എനിക്കും അമ്മ തന്നെയാണ്. അവളെ ഞാൻ എൻ്റെ പെങ്ങളായിട്ടാണ് കണ്ടിട്ടുള്ളത്. അജു അമ്മയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുമ്പോൾ അമ്മയേക്കാൾ ഞെട്ടിയത് ജാനുവാണ്. അങ്ങനെ കുറേയൊന്നും അവൻ സംസാരിക്കില്ല, ഒരാത്മബന്ധം കാണിച്ചിട്ടില്ല. വർത്താനം പറയും, കളിയാക്കും. അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു ബന്ധമുണ്ടെന്ന് ചോദിച്ചാൽ അറിയില്ല എന്ന് തന്നെയാണ് ഉത്തരം. മോനെ, നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ, ഞങ്ങൾ സാധാരണക്കാരാ. എൻ്റെ മകൾക്ക് ഞാനും എനിക്ക് അവരും മാത്രമേ ഉള്ളൂ. ജീവിതത്തിലൊരു അത്യാഗ്രഹവും കാണിക്കാത്ത ഒരാളാണ് ഞാൻ. ആ എൻ്റെ മക്കൾക്ക് സാധാരണ കുടുംബത്തിൽ നിന്ന് സാധാരണക്കാരനായ ചെറുപ്പക്കാരൻ മതിയെന്നാണ്. മോൻ്റെ ഏട്ടനെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ അത് ശരിയാവില്ല.